എന്റെ പൊന്നോ. മക്കളെ, എന്താ ഇത്? ഇന്ത്യയുടെ കളി കണ്ടോ മക്കളെ? നമ്മുടെ സഞ്ജുവിന്റെ കളി കണ്ടോ മക്കളെ? സൂപ്പർ സൂപ്പർ. നമ്മുടെ സഞ്ജുവിനെ എന്തൊക്കെ പറഞ്ഞായിരുന്നു കളിയാക്കിക്കൊണ്ടിരുന്നത്? കുറെ എണ്ണം വന്നിരുന്ന് കുഞ്ചു എന്നും ബെഞ്ചിലിരിക്കാൻ യോഗ്യനെന്നും അതോടൊപ്പം തന്നെ പാടത്ത് പോയി കളിക്കട്ടെന്നും ഏഹ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ സഞ്ജുവാണ് ഇന്ന് ഇന്ത്യയുടെ രക്ഷകന്. അത് ഈ കളിയാക്കിയവർ ഒന്നും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. എന്റെ പൊന്നട മക്കളെ, ഇന്നലെ വാങ്കഡയിൽ നടന്നത് എന്തായിരുന്നു? സിക്സ് മഴയായിരുന്നു. സിക്സുകളുടെ മഴ, ഫോറുകളുടെ മഴ. വാവ് 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 വാവ്. ഇന്നലെ മൊത്തത്തിൽ സിക്സുകള് 34 സിക്സും 39 ഫോറുമാണ് ഇന്നലെ ആ വാങ്കഡെ സ്റ്റേഡിയത്തിന്റെ ആ കാണികളുടെ അടുത്തേക്ക് എത്തിയത്. അതിൽ 19 എണ്ണം ഇന്ത്യയുടെയും 15 എണ്ണം ഈ പറയുന്ന ഇംഗ്ലണ്ടിന്റെയും. എന്താ കളിയായിരുന്നു മക്കളെ, എന്നാ കളിയായിരുന്നു. സഞ്ജു, നീ മുത്താടാ, മുത്ത് മുത്ത്. ആർച്ചറിനെ അച്ചാറിട്ടു സഞ്ജു ഇന്നലെ. അതാണ് പറയേണ്ടത്. ചിലരൊക്കെ വന്ന് പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഓ, ആർച്ചറിന്റെ മുമ്പിൽ തലകുനിക്കും സഞ്ജു എന്നൊക്കെയാണ്. എന്നാൽ ആർച്ചറിനെ എങ്ങനെയാണ് സഞ്ജു കൈകാര്യം ചെയ്തത്? കാച്ചിയില്ലേ, വെട്ടിക്കെട്ട്, സിക്സ്, ഫോർ എന്ന് പറഞ്ഞ് കാച്ചി കൊടുത്തു ചെക്കൻ. അതാണ് ചെക്കൻ. ഏഹ് സഞ്ജുവിനെ കളിയാക്കുന്നവർ ഇനിയൊന്ന് കളിയാക്ക്. നിർണായക മാച്ചിൽ നിർണായക കളി കളിക്കുന്ന ആളാണ് നമ്മുടെ പയ്യൻ. അതാണ്. എന്നാ മാച്ച് ആ 15 റൺസുമായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ക്യാച്ച് വിട്ടത് തന്നെ സഞ്ജുവിന് അത് വലിയൊരു സഹായമായി എന്നുള്ളത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് അടിയായിരുന്നു. ഒരു സൈഡിൽ നിന്ന് അഭിഷേക് ഔട്ടായി കഴിഞ്ഞാൽ പോലും സഞ്ജു ആ ഒരു ഇത് അവിടെ കാണിക്കുന്നില്ല. വിക്കറ്റ് പോകുന്ന ഒരു പ്രഷർ അവിടെ കാണിക്കുന്നില്ല. അങ്ങനെ നിന്ന് അടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ശിവൻ ദൂബെ വന്നിട്ട് അവനും അടിച്ചു. അങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാരും നല്ല രീതിയിൽ തന്നെ അടിച്ചു. അതിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള സൂര്യകുമാറിന്റെ ഇതൊന്ന് വിട്ടുകഴിഞ്ഞാൽ ബാക്കി തകർത്തടിച്ചു എന്നുള്ളതാണ്. 253 റൺസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ അടിച്ചു കൂട്ടി എന്നുള്ളതാണ്. അടിപൊളി കളി. ഹാർദിക് ആയിക്കോട്ടെ, ഇഷാൻ ആയിക്കോട്ടെ, നമ്മുടെ പിള്ളേരെല്ലാം നല്ലപോലെ കളിച്ചു. അതില് അഭിഷേക് നല്ലപോലെ കളിക്കാൻ നോക്കിയതാണ്. പവർ പ്ലേയിലാണ് പിള്ളേര് അടിച്ച് റണ്ണ് കൂട്ടാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അടിക്കുന്ന സമയത്ത് ഔട്ടാവും, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. പിള്ളേരെല്ലാം കിടുക്കാറ്റി കളിച്ചു. അതുകൊണ്ട് തന്നെ 250 പ്ലസ് 253 അടിച്ചിട്ടും രക്ഷയില്ല. അമ്മാർ ഇംഗ്ലണ്ടുകാർ എന്നാ കീച്ചടാവുക കീച്ചുന്നേ. അവനുണ്ടല്ലോ ബദർ എന്നൊക്കെ പറഞ്ഞു, അവനിക്ക് എന്നാ കടിയാ കളിച്ചേ. അവന്റെ വിക്കറ്റ് പോയില്ലായിരുന്നെങ്കിൽ എന്റെ പൊനടാവുക 7 റണ്ണിനാണ് ഇന്നലെ ഇന്ത്യ ജയിച്ചത്. 499 റണ്ണാണ് മൊത്തത്തിൽ രണ്ടുപേരോട് അടിച്ചു കൂട്ടിയത്. എന്തുവായിരുന്നു ഇന്നലെ. 280 എടുത്താലും അമ്മാരെ ചേസ് ചെയ്യുന്ന പോലെ അമ്മാരുടെ കളി കളിച്ചത് ഇന്നലെ. അവന്റെ ആ റൺഔട്ട്, ഹാർദിക് പാണ്ഡ്യ അവിടെ നിന്ന് ബോൾ എടുത്തു കൊടുത്ത് സഞ്ജു ആ റൺഔട്ട് ചെയ്തത് തന്നെ നല്ലൊരു കാര്യമായി. അവസാനം എന്താ പറയുക, ശിവൻ ദുബെ കൊണ്ട് ഓവർ അറിയിക്കാൻ കൊണ്ടുവന്നപ്പോഴേ നെഞ്ചെടുപ്പായിരുന്നു. പക്ഷെ 30 റണ്ണുണ്ട്, അത് അങ്ങനെ എടുക്കത്തില്ല എന്ന് മനസ്സിനൊരു ഇതും ഉണ്ടായിരുന്നു, അങ്ങനെ എടുക്കത്തില്ല എന്നുള്ളത്. എന്തായാലും ഒരു ബോളെങ്കിലും, ഒന്നോ രണ്ടോ ബോളെങ്കിലും ഈ ബൗണ്ടറിക്കുള്ളിൽ തന്നെ കിടക്കും എന്നുള്ളത് നമുക്കറിയായിരുന്നു. എങ്കിൽ പോലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ എടുത്തു പറയേണ്ടത് നമ്മുടെ വിജയത്തിന്റെ മുഖ്യ ശില്പിയായിട്ടുള്ളത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, ഇവരുടെയൊക്കെ ആ ഒരു 18, 19 ആ ഓവറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിടുക്കാച്ചി ഓവറായിരുന്നു. അതിൻ്റെ അകത്തെങ്ങാണ് ഈ 7 റണ്ണ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ പോയേനെ, ഫൈനൽ കാണാതെ പോയേനെ. എന്നാൽ എന്ത് കളിയാണ് കളിച്ചത്. പിന്നെ നമ്മുടെ ചെക്കന്റെ കളി എടുത്തു പറയണമല്ലോ. 42 ബോളിൽ 89 റണ്ണാണ് നമ്മുടെ ചെക്കൻ അടിച്ചു കൂട്ടിയത്. അതിനകത്ത് 7 സിക്സ് ഉണ്ട്. പിന്നെ എത്ര ഫോറായിരുന്നു? 8 ഫോറും അടിച്ചിട്ടുണ്ട്. കിടുക്കാച്ചി കളിയാണ് അവൻ കളിച്ചത്. 212 സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. എന്റെ മോനെ, അവന് വേണമെങ്കിൽ മുട്ടി നിന്നുകൊണ്ട്, ഇനി എത്ര ഓവർ ഉണ്ടായിരുന്നു? 7 ഓവറാണ് ഉണ്ടായിരുന്നു. അവന് മുട്ടി നിന്നുകൊണ്ട് അവന് സെഞ്ചുറി തയ്ക്കാമായിരുന്നു. എന്നാൽ അവൻ അതിന് നിന്നില്ല. ഇനിയും റണ്ണ് കയറ്റണം ഇന്ത്യക്ക്, ഇനിയും എന്താ പറയാ 280 കൊണ്ടെത്തിക്കണം എന്നുള്ള രീതിയിലാണ് അവൻ കളിച്ചത്. വേറെ ആരായാലും അവിടെ ഒന്ന് മുട്ടി കൊടുത്തിട്ട് അവനൊന്ന് സെഞ്ചുറി അടിക്കാനുള്ളതേ ഉള്ളൂ. 7 ഓവർ കിടക്കുകയാണ്. എന്നാൽ അതിന് നിന്നില്ല കിടക്കാൻ. കാശിയില്ലേ എന്താണ്? 7 സിക്സും 7 സൂപ്പർ ഷോട്ടുകൾ, 8 ഫോറും സൂപ്പർ ഫോറുകൾ. എന്നാ കളി. എന്റെ മക്കളെ, രണ്ടാമത്തെ കളിയും മാൻ ഓഫ് ദ മാച്ച്, പ്ലെയർ ഓഫ് ദ മാച്ച് നമ്മുടെ ചെക്കൻ സച്ചു. എന്നാൽ ഈ കളിയിലെ അവന് കിട്ടിയ ആ ഒരു പുരസ്കാരം അവന് ബുംറയ്ക്ക് കൊടുത്തു. കാരണം ബുംറ ഇല്ലായിരുന്നു ഞാൻ ഇവിടെ നിൽക്കത്തില്ലായിരുന്നു എന്ന് സഞ്ജു പറയുന്നുണ്ട്. സത്യമാണ്. ബുംറ എന്ന് പറയുന്നവൻ ബും ബുംറ തന്നെയാണ്. കിടുക്കാച്ചി കളിയായിരുന്നു മോനെ ബുംറ. പിന്നെ ശിവൻ ദൂബ,
നിന്നെയും പറയാതിരിക്കാൻ പറ്റത്തില്ല മോനെ. നീ ആ അടിച്ച അടികൾ ഇല്ലായിരുന്നെങ്കിൽ ആ റൺ അത്രയും കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഇഷാൻ കിഷൻ സൂപ്പർ മോനെ, നീയും അടിച്ചു. അങ്ങനെ ഹാർദിക് പാണ്ഡ്യ അവസാനം എന്താ പറയാ, വിക്കറ്റുകൾ ഇങ്ങനെ പോവുകയാണ്. ഞാൻ വിചാരിച്ചു ഇനി അവിടെ 250 പോകുമോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അവിടെ കൊണ്ട് എത്തിച്ചു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന നമ്മുടെ സഞ്ജു ഈ സിക്സ് അടിക്കുന്ന സമയത്ത്, പൊക്കി അടിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ണ് അടച്ചുകൊണ്ട് കാണികളുടെ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ കണ്ണു തുറക്കുന്നവർ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സത്യം പറയാനുണ്ടല്ലോ, അത് നിങ്ങളുടെ കയ്യിലാണോ അതോ ക്യാച്ച് ആണോ എന്നുള്ള ഒരു ടെൻഷൻ, ഭയങ്കര ടെൻഷനാണ്. അത് കാണികൾ അവിടെ നിന്നിട്ട് ഓ സഞ്ജു എന്ന് പറയുമ്പോൾ കണ്ണു തുറക്കും, എന്നിട്ട് പിന്നെ സ്ക്രീനിലേക്ക് നോക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നലെ ആകെപ്പാടെ മൊത്തത്തിൽ ടെൻഷൻ അടിപ്പിച്ച ഒരു കളി തന്നെയായിരുന്നു. ആദ്യം സഞ്ജുവിന്റെ ബാറ്റിങ്ങിൽ കുറച്ച് പിന്നെ നമുക്ക് നമുക്ക് തന്നെ ഒരു ടെൻഷൻ തോന്നുമല്ലോ, സ്വാഭാവികം. നമ്മുടെ പയ്യൻ കളിക്കാൻ നിൽക്കുമ്പോൾ എന്താകുമെന്നുള്ള ഒരു ടെൻഷൻ നമുക്കുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ ടീമിനെ ഓർത്ത് നമുക്ക് ടെൻഷൻ. അത് കഴിഞ്ഞ് അവൻ ആ മറ്റേ ബസേൽ അവൻ അടിച്ച് വരുന്നത് കണ്ടപ്പോഴത്തേക്ക് എന്നാ ടെൻഷനാണെന്നറിയാമോ. ആദ്യം തൊട്ട് അവസാനം വരെ ടെൻഷൻ തന്ന ഒരു കളി ഇത് വേറെ ഞാൻ കണ്ടിട്ടില്ല. എന്നാ കളിയാ, ഇത്ര റൺ എടുത്തിട്ടും ഒരു ഒരു ഇതും ഇല്ലെന്നുള്ളതാണ്. 253 അടിച്ചപ്പം നമ്മൾ വിചാരിച്ചു ചിലപ്പോ ഇത് കുഴപ്പമില്ല, ഇംഗ്ലണ്ട് ഒരു 100 റണ്ണിന് അല്ലെ 200 റണ്ണിനുള്ളിൽ തന്നെ ഔട്ടായി പോകുന്നൊക്കെ വിചാരിച്ചെങ്കിലും നടക്കില്ല മക്കളെ. ഇനി 300 അടിക്കണം. അടുത്ത ന്യൂസിലൻഡുമായിട്ടാണ് നമ്മുടെ 8-ാം തീയതി നമ്മുടെ മത്സരം. എന്റെ പൊന്നു മക്കളെ, അന്നൊരു 280 റണ്ണെങ്കിലും ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുവാണെങ്കിൽ അടിച്ചു കൂട്ടണം. അതിനുവേണ്ടി നമ്മുടെ ചെക്കന്മാരൊക്കെ കഠിന പ്രയത്നം കൊണ്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പറയുവാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് മക്കളെ. നമ്മുടെ പിള്ളേര് പൊളിയാണ് മക്കളെ, പൊളിയാണ്. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പിന്നെ ഇതിന്റെ അകത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ അക്ഷർ പട്ടേൽ, എന്റെ മോനെ നിന്നെ ഞാൻ നമിച്ചിരിക്കുന്നടാ. നിന്റെ ക്യാച്ച് എന്താ അത്, മീറ്റർ അങ്ങോട്ട് ഓടിപ്പോയിട്ട് അവന്റെ ആ ഒരു ക്യാച്ച് എടുത്തത്, വാ സൂപ്പർ ക്യാച്ചടാ മോനെ. നീ നല്ലൊരു ഫീൽഡറാടാ, നല്ല ഫീൽഡർ, നല്ല ബോളർ, നല്ലൊരു ബാറ്റർ. നീ സൂപ്പറാ. അത് കഴിഞ്ഞ് ബൗണ്ടറിയിൽ ഒരു ക്യാച്ച്, 3 ക്യാച്ചും കണ്ടാ ഇന്നലെ ആ ചെറുക്കൻ എടുത്തത്. അടിപൊളി ക്യാച്ചുകൾ, വെടിക്കെട്ട് ക്യാച്ചുകളാണ് എടുത്തത് ചെറുക്കൻ. എല്ലാവരും നല്ലപോലെ കളിച്ചു. ഫീൽഡിങ്ങിലായാലും ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. പിന്നെ ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മറ്റേ ഈ സൂര്യകുമാർ യാദവ് എന്താ പറയാ, ബാറ്റിങ്ങിലും കുറച്ച് ഇതായിരുന്നു. അതോടൊപ്പം തന്നെ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് കായികയുടെ കീഴിൽ കൂടാണ് ഒരു ബോൾ ഫോർ പോയത്. പിന്നെ നമ്മുടെ ഇവനുണ്ടല്ലോ, പിന്നെ നമ്മുടെ വരുൺ ചക്രവർത്തി, വരുൺ ചക്രവർത്തിയുടെ ഓവറിൽ കിട്ടുക്കും കിട്ടുക്കും സിക്സ് ആണ് അവന്മാരെ കാച്ചിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മുടെ സഞ്ജു വന്നിട്ട് മോനെ നീ ഒന്ന് ലേറ്റ് ആക്കി ബോൾ ചെയ്യടാ മോനെ എന്ന് പോയി പറഞ്ഞു കൊടുത്തു. അവൻ അതുപോലെ ഒന്ന് ചെയ്തു. ദാ കിടക്കുന്നു ബട്ടർ, ടൊക്ക പോയി. അപ്പൊ തന്നെ സഞ്ജുവിന്റെ മുമ്പിൽ അവൻ കൈ കൂപ്പുന്ന വരെ ഉണ്ട്. എനിക്ക് ബാറ്റിങ്ങിൽ മാത്രമല്ലടാ പിടി, സ്റ്റമ്പിന്റെ പുറകിൽ നിന്നും നയിക്കാനും എനിക്ക് പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ ചെക്കൻ. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഇതിനകത്ത് റണ്ണ് കൂടുതൽ വിട്ടുകൊടുത്തത് നമ്മുടെ വരുൺ തന്നെയാണ്. വരുൺ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ കളിയിൽ ഈ കളിയിൽ അടി മേടിച്ച് കൂട്ടുകയാണ്. സ്പിന്നർമാരെ നല്ലപോലെ പൊക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ബോളിങ് ഹാർദിക്കിന്റെ, അതോടൊപ്പം തന്നെ ബുംറ, ബും ബും ബുംറ സൂപ്പർ മോനെ, സൂപ്പർ. കഴിഞ്ഞ വർഷം ഈ വേൾഡ് കപ്പിലായാലും ഇതിലായാലും ബുംറ തന്നെയാണ്, അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഹാർദിക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബോളർ തന്നെയാണ്. പിന്നെ ശിവൻ ദൂബ അവസാനം വന്ന് എറിഞ്ഞിട്ട് ആർച്ചർ 3 സിക്സ് ഒക്കെയാണ് ഇട്ടത്. പിന്നെ വന്ന് പുള്ളി പോയി വൈഡ് എറിയുന്നു. ഞാൻ വിചാരിച്ചു ഇനി നോവൽ എറിയുമോ എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ 7 റണ്ണിനെ വിജയിച്ചിരിക്കുകയാണ്. 7 റണ്ണെന്ന് പറഞ്ഞ ഒരു 7000 റണ്ണിന്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഒയ്യോ അത്രയ്ക്ക് ടെൻഷൻ അടിച്ച ഒരു കളി തന്നെയായിരുന്നു. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്ത കളിയിൽ സഞ്ജു എത്ര നേടും എന്നുള്ള കാര്യവും നിങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നിരിക്കുക എല്ലാവർക്കും.